ഹലോ ഗൈസ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് സിന്ധു. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നമുക്ക് ഫ്ലവർ ഷോ കാണാൻ വന്നതാണ്. ഫ്ലവർ ഷോ വരുന്നത് ജാനുവരി 15 മുതൽ 26 വരെയാണ് വരുന്നത്. എല്ലാവരും അവിടെ പോയിട്ട് കാണുക. നല്ല വെറൈറ്റി ഫ്ലവേഴ്സുകളൊക്കെ ഉണ്ട് അവിടെ. ജമന്തി 100 രൂപ. ഫ്ലവർ ഷോൻ്റെ ടിക്കറ്റ് നിരക്ക് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. അങ്ങനെ ഞാനും മോളും കൂടിയാണ് കാണാൻ പോയത്. ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഫ്ലവർ ഷോ നടക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫ്ലവർ ഷോ ഓക്കെ, പക്ഷേ ഫ്ലവറിൻ്റെ പേരുകളൊന്നും എഴുതി വെക്കാത്തതുകൊണ്ട് നമുക്കാണെങ്കിൽ ഫ്ലവറിനെ പറ്റിയിട്ട് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ചില അറിയുന്ന ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. അതൊരു ഡിഫക്റ്റ് പോലെ എനിക്ക് തോന്നിയത്. പേരുകളൊന്നും എഴുതി വെക്കേണ്ടിയിരുന്നു. ഇതെന്ത് പോവത്? എന്താ ഭംഗി! ഇതില്ലല്ലേ? ഇതെന്തോ ഒരു മുൾച്ചെടിയാണ്. ഏതാണ്? ഒരു മിനിറ്റ് എടുത്തുതരാം. ഫ്ലവറുകൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ അവതാർ സിനിമയിലെ ഓരോരോ കഥാപാത്രങ്ങൾ, പിന്നെ അതിലുണ്ടായിരുന്ന ഓരോരോ അനിമൽസ്, ജീവികളുടെ ഒക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ബ്ലൂ തീമിൽ വെച്ചിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മൂട്ടി ഇത് നോക്ക്, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് എനിക്ക് നല്ല ഇഷ്ടമായി കാണാൻ. കാരണം പിന്നെ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് ഫ്ലവറുകൾ കുറവായിരുന്നു. ചിലപ്പോൾ ഫ്ലവറുകൾ ആദ്യമൊക്കെ നല്ലപോലെ ഉണ്ടാവുമായിരുന്നു, പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഫ്ലവറുകൾ കുറവാണ്. സെയിൽ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും മേടിച്ചില്ല. നമ്മളൊന്നും ഫ്ലവറുകളൊന്നും മേടിച്ചില്ല. പിന്നെ നമ്മൾ കണ്ട് ലഹരി വിരുദ്ധത്തിനെതിരായിട്ട് കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പെയിൻറ്റിങ്സുകൾ അത് ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നല്ല കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫർണിച്ചർ ഇങ്ങനെ ഡെമോ വെച്ചിരിക്കുന്നത് സെയിലിനാണോ എന്തോ എനിക്കറിയില്ല. കുറച്ച് ഫർണിച്ചറുകൾ വെച്ചിരുന്നു. പിന്നെ ചെറിയ കുട്ടികളുടെ ബുക്കുകൾ, ബാലരമ അങ്ങനത്തതൊക്കെ, പിന്നെ വള, മാല, ബെഡ്ഷീറ്റ്, കത്തി, വീട്ടിലേക്ക് ആവശ്യമുള്ള ഓരോരോ സാധനങ്ങൾ, ടോയ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ച്. പിന്നെ നമ്മൾ ഫുഡ് സ്റ്റോളിലേക്കാണ് പോയത്. ഫുഡ് സ്റ്റോളിൽ നിന്ന് ഒരു പാവ് ബജി മേടിച്ചു.